MC റോഡിലൂടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒരു ഇൻഫർമേഷൻ വീഡിയോയും കൂടിയാണ്. അതായത് നമ്മുടെ മരുത്തൂർ തോട്ട് മണ്ണന്തല വരെയുള്ള ഭാഗത്ത് രാവിലെ ഞാൻ പെട്ടുപോയ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം അരമണിക്കൂറിന് മുകളിൽ ഞാൻ ഈ ബ്ലോക്കിൽ പെട്ടുപോയി. നമ്മുടെ മരുത്തൂർ എത്തുമ്പോൾ പോലീസ് വലിയ വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നുണ്ട്. ചെറിയ വാഹനങ്ങളും കാറുകളും ബൈക്കുകളുമൊക്കെ നേരെയാണ് പോകാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ നേരെ പോയത്. പക്ഷേ നേരെ പോയപ്പോഴേക്കും സംഭവിച്ചത് ഇതാണ്. അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. അവിടെ ചെറിയൊരു കലുങ്ക് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ബ്ലോക്കാണ്. അപ്പോൾ എനിക്ക് പറ്റിയൊരു പ്രയാസം നിങ്ങൾക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ തിരുവനന്തപുരത്തോട്ട് പോകുന്നവർ ഈ വഴി മാറ്റി വേറെ ഏതെങ്കിലും വഴിയിൽ, ഇപ്പോൾ മണ്ണന്തലയിൽ പോകാൻ വേറെ വഴിയില്ല, നിങ്ങൾ ഈ റിസ്ക് എടുത്ത് ഈ ട്രാഫിക്കിലൂടെ തന്നെ പോകണം. നേരെ മറിച്ച് തിരുവനന്തപുരം സിറ്റിയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ വഴി നിങ്ങൾ സെലക്ട് ചെയ്യരുത്. ഇത് വൺ വേ ട്രാഫിക്ക് കൂടിയാണ്. ഇതിലൂടെ ഒരു സൈഡിലൂടെയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പോകാനായിട്ട് സാധിക്കൂ. അത്യാവശ്യം നല്ല ക്യൂ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഏകദേശം 8:20 ആയപ്പോഴേക്കും ഈ മരുതൂർ പാലം കടന്ന് നമ്മുടെ ഇതിൻ്റെ അടുത്തെത്തിയതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുന്നത് 9 മണിയോടടുത്തിട്ടാണ് വാഹനം ഒന്ന് മുന്നോട്ട് ചലിച്ചതാ. ഇത് 9 മണിയുടെ സമയത്തുള്ള ബ്ലോക്കാണ് ഈ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ ബ്ലോക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. കിലോമീറ്റർ കണക്കിന് വാഹനങ്ങളുടെ നീണ്ട ഒരു ക്യൂ തന്നെയാണ്. അപ്പോൾ ഈ ഇടവഴിയിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ പറഞ്ഞ ബൈക്കുകളും ഓട്ടോകളുമൊക്കെ ദിശ തെറ്റി ഇടയ്ക്കോടൊക്കെ പോകുന്നുണ്ട്. അതും വലിയൊരു അപകടത്തിന് കാരണമാണ്. ഞാനിത് പറയാൻ കാരണം എൻ്റെ കൺമുന്നിൽ ഒരു ഓട്ടോയും അതുപോലെ തന്നെ അശ്രദ്ധമായിട്ട് വന്ന, രണ്ടുപേരുടെയും അശ്രദ്ധയാണ്, ഒരാളുടെ മാത്രമല്ല, ഓട്ടോയും അതുപോലെ ഒരു 2 വീലറും അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ചു. അതും എതിർദിശയിലല്ല, രണ്ടും ഒരേ ദിശയിലാണ് വന്നത്. ആ പെൺകുട്ടിയായിരുന്നു ആ 2 വീലർ ഓടിച്ചുകൊണ്ടിരുന്നത്. അവർക്കങ്ങനെ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ വാഹനങ്ങൾ ക്യൂ പാലിക്കുമ്പോൾ 2 വീലർ ആണെങ്കിലും 3 വീലർ ആണെങ്കിലും 4 വീലർ ആണെങ്കിലും ശരി, ആ ക്യൂ പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിസ്സാരമായിട്ടുള്ള അശ്രദ്ധകൾ കൊണ്ടിട്ട് വലിയൊരു അപകടം തന്നെ നമുക്കുണ്ടാവാനായിട്ട് സാധിക്കും. ഒരു സെക്കൻഡ് സംരക്ഷിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു സെക്കൻഡിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നമ്മൾ ഹോസ്പിറ്റലിൽ ചിലവഴിക്കേണ്ടി വരിക. അതുകൊണ്ട് എല്ലാവരും ബി കെയർഫുൾ ഇൻ ഡ്രൈവിംഗ്.